ഹലോ മൈ ഫ്രണ്ട്സ്, ലെസ് ബ്യൂട്ടി ടിപ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ പോസ്റ്റ് എൻ്റെ സബ്ജക്റ്റ് അല്ല കേട്ടോ. ഞാൻ ഡോക്ടറല്ലാന്ന് നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ ബ്യൂട്ടി ഡോക്ടറാണ്. പക്ഷെ ഇന്ന് ഞാൻ ഡോക്ടർ പറയേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. ഷുഗറിനെ കുറിച്ചാണ്. ഷുഗർ നമ്മുടെ ഭക്ഷണക്രമത്തെക്കുറിച്ചാണ് ഞാൻ പറയുക. ഇതിന് പറയാൻ ഒരു കാരണം കൂടി ഉണ്ട് കേട്ടോ, എന്നാലാണ് നിങ്ങൾക്കത് പൂർണ്ണമായിട്ട് മനസ്സിലാവുള്ളൂ. വേറെ ഒന്നുമല്ല, എൻ്റെ ഡിയറസ്റ്റ് ഫ്രണ്ട്, അവളുടെ പേര് മറിയം എന്നാണ്, വിളിപ്പേര് ലിസി എന്നാണ്. ഹായ് മറിയം. അപ്പം അവൾ കഴിഞ്ഞ ദിവസം ഞാൻ വിളിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറയായിരുന്നു ഷുഗർ 500 വരെ കൂടി അവൾക്കെന്ന്. അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടി. പക്ഷേ അവളുടെ ആ ഭക്ഷണത്തിൽ അവളുടെ ചില ക്രമീകരണങ്ങളൊക്കെ നടത്തി കഴിഞ്ഞപ്പം ഇപ്പോൾ വളരെ നോർമലായെന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിച്ചിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത് നിൻ്റെ വ്യൂവേഴ്സിന് വേണമെങ്കിൽ പറഞ്ഞു കൊടുക്ക്, അവർക്കും ഇത് ഹെൽപ്പ് ആവുമല്ലോ എന്ന് തോന്നി. അപ്പോൾ എനിക്ക് തോന്നി ശരിയാണല്ലോ, നല്ലൊരു അറിവാണല്ലോ, നിങ്ങളുമായിട്ട് പങ്കുവെക്കാമെന്ന് ഓർത്ത് ഞാൻ വന്നാണ്. അപ്പോൾ ഷുഗർ ഉള്ളവർക്കും വീട്ടിലാർക്കെങ്കിലും ഷുഗർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. ശ്രദ്ധിച്ചാൽ അതിൻ്റെ ഗുണം കിട്ടും. നമുക്ക് അതിന് റിസൾട്ട് ഉറപ്പായ ആളാണ് എൻ്റെ അടുത്ത് ഇത് പറയാൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇതുമായിട്ട് വന്നത് കേട്ടോ. അപ്പോൾ അത് എന്തായാലും ഷുഗർ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും വിഷമമാണല്ലേ. അയ്യോ ഇനി ഒന്നും കഴിക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ ഉള്ള, പഴം തിന്നാൻ പറ്റില്ല, പായസം കുടിക്കാൻ പറ്റില്ല, ഐസ്ക്രീം തിന്നാൻ പറ്റില്ല എന്നൊക്കെ ഉള്ള ഒത്തിരി വിഷമങ്ങളുണ്ട്. പക്ഷേങ്കിൽ ഇതൊക്കെ നമുക്ക് ആദ്യമേ ഉള്ളൂ ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട്. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് മധുരം തൊടാനേ പാടില്ല, തോന്നില്ല. ഇപ്പം ഞാനൊക്കെ എത്രയോ കാലമായി അങ്ങനെ ചായയിലൊന്നും മധുരം ഇടാറില്ല. 2 നേരവും ചായ കുടിക്കുന്നത് മധുരം ഇടാണ്ടാന്ന് പറയാം, ഒരു നുള്ള് കേട്ടോ, അത്ര തന്നെ. അപ്പം അങ്ങനെ നമുക്ക് ആദ്യമൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്, നമുക്ക് മധുരം ഇല്ലാണ്ട് കഴിക്കാന്നൊക്കെ ഉള്ളത്. പിന്നെ എന്തെങ്കിലും ഒന്ന് കഴിക്കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ് അതൊന്ന് കഴിക്കണമെന്നുള്ള ആ ഒരു തിങ്കിങ് മാറ്റിയാൽ തന്നെ നമ്മൾ രക്ഷപ്പെട്ടിട്ടോ. അപ്പോൾ ആദ്യം തന്നെ മധുരം ഉപേക്ഷിക്കുക കേട്ടോ. ഇനി മധുരം പഞ്ചസാരയ്ക്ക് വരെ ശർക്കര ഉപയോഗിച്ചോട്ടെ, വേറെ അങ്ങനെയുള്ളത് ഇതൊന്നും വേണ്ട, മധുരമേ വേണ്ട, നമുക്ക് പഞ്ചസാര തന്നെ വേണ്ട. പിന്നെ നമ്മൾ കുറയ്ക്കേണ്ടത് കാർബോഹൈഡ്രേറ്റാണ്. അപ്പോൾ ഇപ്പം നമ്മൾ എന്താ ചെയ്യുന്നത്, ഇപ്പോൾ പുട്ട് എല്ലാം കഴിക്കാമെന്നാവും, എല്ലാ ഫുഡും നമുക്ക് കഴിക്കാം, പക്ഷെ അതിനൊരു നിയന്ത്രണം വേണം. അതാണ് ഷുഗർ രോഗികൾ ശ്രദ്ധിക്കേണ്ട കേട്ടോ. ഇപ്പോൾ പുട്ടാണ് നിങ്ങൾ വീട്ടിലുണ്ടാക്കണമെങ്കിൽ പുട്ട് കഴിക്കാം. പുട്ട് ഒരു കഷ്ണമാണെങ്കിൽ അത്രയും തന്നെ കടലെടുത്ത് നമുക്ക് കഴിക്കാം. അപ്പോൾ ഈ പുട്ട് എന്ന് പറയുമ്പോൾ എൻ്റെ ഫ്രണ്ട് പറഞ്ഞാണ് അവൾ മില്ലറ്റ്സ് ആക്കി കേട്ടോ. പുട്ടുണ്ടാക്കുന്നതും ഇഡ്ഡലി ഉണ്ടാക്കുന്നതും ദോശ ഉണ്ടാക്കുന്നതും എല്ലാം മില്ലറ്റ്സ് വെച്ചാണ്. അപ്പോൾ അങ്ങനെയാണ് കുറച്ചെന്നാണ് എൻ്റെ ഫ്രണ്ട് പറയുന്നത്, മറിയം പറയണത് കേട്ടോ. അപ്പോൾ ഈ പുട്ട് നമുക്ക് മില്ലറ്റ്സ് വെച്ച് ഏതെങ്കിലും റാഗിപ്പൊടി, ഇപ്പോൾ എല്ലാ മില്ലറ്റ്സ് ഇപ്പോൾ എടുത്താലും റാഗി, ചാമ, അതുപോലെ വിരക്, അങ്ങനെ എന്തെടുത്താലും പുട്ടുപൊടി ഉണ്ട് ഓൾറെഡി. അപ്പോൾ അത് നമുക്ക് വാങ്ങി, പിന്നെ റെഡ് ചോളത്തിൻ്റെയൊക്കെ നല്ല ഇത് മണിച്ചോളം എന്നൊക്കെ ഇത് എനിക്കും കുറേ വാങ്ങിക്കൊണ്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഒരു കഷ്ണം കഴിക്കുക. ആ കൂട്ടത്തിൽ അത്രയും തന്നെ ചെറുപയറോ കടലയോ, ഇപ്പോൾ ഹാപ്പി ആയല്ലോ, ഇപ്പോൾ വയറ് നിറച്ച് പുട്ട് കഴിച്ചു. ഇനി പുട്ട് കഴിക്കാൻ പറ്റില്ല എന്നുള്ള വിഷമം. ഇനി നിങ്ങൾ ഇഡ്ഡലി നമുക്കിത് ഇങ്ങനെ ഉണ്ടാക്കാം. ഒരു 3-4 ഇഡ്ഡലിയൊക്കെ സാമ്പാർ കൂട്ടിയൊക്കെ നല്ല ഭംഗിയായിട്ട് കഴിക്കാം, ഒരു കുഴപ്പമില്ല. സാമ്പാറിൽ എല്ലാ കഷ്ണങ്ങളും നമുക്ക് ഇടാം, അതൊക്കെ നമുക്ക് കഴിക്കുകയും ചെയ്യാം കേട്ടോ. ചിലർ ഉരുളക്കിഴങ്ങൊക്കെ മാറ്റി വെക്കും, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അത് സാമ്പാറിൽ കിടക്കുന്ന ഉരുളക്കിഴങ്ങൊക്കെ നമുക്ക് കഴിക്കാം, അതിന് പേടിക്കാനൊന്നുമില്ലേ. പിന്നെ അതുപോലെ തന്നെ ദോശയാണെങ്കിലും 2-3 കഴിക്കാം. ദോശയേക്കാൾ എപ്പോഴും നല്ലത് ഇഡ്ഡലിയാണ്. ദോശ നമ്മൾ പിന്നെ എണ്ണയും നെയ്യൊക്കെ ചിലർ ഒഴിക്കാതെ ഉണ്ടാക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ ഉപ്പുമാവ് നമുക്ക് ഈ ചാമരിയൊക്കെ വെച്ച് ഉപ്പുമാവ് ഉണ്ടാക്കാം, അത് നല്ലതാണ്. അത് നിറയെ പച്ചക്കറികളൊക്കെ ഇട്ട് ഉണ്ടാക്കിയാൽ നല്ല കുശാലായി എല്ലാവർക്കും കഴിക്കാൻ ഇഷ്ടപ്പെടും. പിന്നെ വെള്ളയപ്പം കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വെള്ളയപ്പം കഴിക്കാം. അത് പരിയുടെ വെള്ളയപ്പം ആഴ്ചയിൽ ഒരു ദിവസം കഴിച്ചെന്നോർത്തൊന്നും ഒരു കുഴപ്പമില്ല. അതിന് നമുക്ക് മുട്ടക്കറി കഴിക്കാം, കടല കഴിക്കാം, അങ്ങനെ എല്ലാം കഴിക്കാം. അപ്പം മെയിനായിട്ട് നമ്മൾ ആ രാവിലെ, ഞാനിത് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്, എങ്കിലും പിന്നെ മറിയം പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്കത് ഒന്നും കൂടെ നിങ്ങളോട് ഓർമ്മിപ്പിക്കണമെന്ന് തോന്നി. നമ്മൾ ആ രാവിലത്തെ അരി കൊണ്ടുള്ള ആഹാരങ്ങൾ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് മില്ലറ്റ്സ് ഉപയോഗിക്കുക. അതാണ് ഫസ്റ്റ് ടിപ്പ് കേട്ടോ. ഇനി ഉച്ചയ്ക്ക് നമുക്ക് ഇതുപോലെ നമുക്ക് ചോറുണ്ണാം. അത് നമ്മളിപ്പോൾ കഴിക്കുന്നതിൻ്റെ പകുതി മട്ട അരിയായിരിക്കും നല്ലത് കേട്ടോ. നമ്മൾ ആ തവിട് ഇല്ലാത്ത അരി നമുക്ക് എടുക്കാം. ഇനിയിപ്പോൾ ചിലർ രണ്ടാമതൊക്കെ ചോറ് തിളപ്പിച്ച് കഴിക്കും, അതും നല്ലതാണ്. ഇപ്പോൾ ചോറ് ചിലവർക്ക് അധികം കഴിക്കണമെന്ന് ആഗ്രഹമുള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 1 കപ്പ് ചോറ് കഴിച്ചാൽ മതി.
ഇനി നിങ്ങൾക്ക് അധികം ചോറ് കഴിക്കണമെന്നുള്ളവർ ഈ ചോറ് ഒന്നും കൂടെ അങ്ങ് തിളപ്പിച്ച് ഊറ്റിയിട്ട് നിങ്ങൾക്ക് ഒരു കയ്യിലും കൂടെ കഴിക്കാം. ഓക്കെ, അപ്പോൾ ചോറ് അധികം കഴിക്കണമെന്ന് നിർബന്ധമുള്ളവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 1 കപ്പ് ചോറ് കഴിച്ചാൽ മതി. അതിന് മുന്നേ നമ്മുടെ വിശപ്പ് മാറാനായിട്ട് ചില ഷുഗർ രോഗികൾക്ക് ഭയങ്കര വിശപ്പാന്ന് പറയും. അപ്പം അങ്ങനെയുള്ളവർ നിറയെ സാലഡ് കഴിക്കണം. പിന്നെ ക്യാരറ്റും തക്കാളിയും അതുപോലെ തന്നെ കുക്കുംബറും ഒക്കെ ചേർത്ത് നിറയെ സാലഡ്, അതിനകത്ത് പറ്റുന്ന ഇലക്കറികളൊക്കെ നമുക്ക് കഴിക്കാം. സാലഡ് വയറിറച്ച് കഴിച്ചിട്ട് നമ്മൾ ചോറുണ്ടാൽ മതി. അപ്പോൾ നമുക്ക് 1 കപ്പ് ചോറ് ഓക്കെ ആവും. ഓക്കെ, അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഫിഷ് കറി കഴിക്കാം, അതുപോലെ ചിക്കൻ കഴിക്കാം, പയറുവർഗ്ഗങ്ങൾ കഴിക്കാം, പിന്നെ മോര്, തൈര് അങ്ങനെയുള്ള കറികളും എല്ലാം കഴിക്കാം. ഇടനേരം മോരും വെള്ളം കുടിക്കാം. ഇതിനൊന്നും ഒരു പ്രശ്നമില്ല. ഷുഗറാന്നും പറഞ്ഞ് അത് കഴിക്കാം വയ്യ ഇത് കഴിക്കാം വയ്യ എന്ന് വിഷമിച്ചിരിക്കുന്നവർക്ക് ആളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഉച്ചയ്ക്ക് കഴിഞ്ഞ് പിന്നെ ഇനി 4 മണിക്ക് ചായക്ക് നമുക്ക് സ്നാക്സ് ആയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് റസ്ക്, അതുപോലെ ഇപ്പോൾ ഒത്തിരി ബിസ്ക്കറ്റുകളൊക്കെ ഷുഗർ രോഗികൾക്കുള്ള ഫൈബർ അടങ്ങിയ ബിസ്ക്കറ്റൊക്കെ ഇറങ്ങിയിട്ടുണ്ടല്ലോ. തീർച്ചയായിട്ടും 2ഓ 3ഓ ഒക്കെ അത് കഴിക്കാം. ഇച്ചിരി കപ്പലണ്ടി കഴിക്കാം, നട്ട്സൊക്കെ ഇച്ചിരി കഴിക്കാം. അതിനൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പം ചായ കുടിച്ചേ ഇനി രാത്രി എന്ന് പറയുമ്പോൾ രാത്രി ചപ്പാത്തിയോ അല്ലെങ്കിൽ ഓട്സ് ഏറ്റവും നല്ലത് ഓട്സ് കഴിച്ചാൽ മതി. അല്ലെങ്കിൽ ചപ്പാത്തി നമുക്ക് ഉച്ചത്തെ കറികളൊക്കെ കൂട്ടി ചപ്പാത്തി 2ഓ 3ഓ ഒക്കെ കഴിക്കാം. അതിനൊന്നും ഒരു വിഷയമില്ല കേട്ടോ. പിന്നെ ഉള്ള സംശയം ഫ്രൂട്ട്സിൻ്റെ കാര്യമാണ്. ഫ്രൂട്ട്സും കഴിക്കാം. അതായത് ഇങ്ങനെ അധികം നമ്മൾ കഴിക്കരുന്നുള്ളൂ. ഇപ്പോൾ ചെറുപഴമാണെങ്കിൽ 2-3 എണ്ണമൊക്കെ നമുക്ക് തിന്നാം. റോബസ്റ്റോ, ഇപ്പോൾ എൻ്റെ ഫ്രണ്ട് മറിയം പറയുന്നത് അവരൊക്കെ റോബസ്റ്റോ ആണ് അധികം കഴിക്കുന്നതെന്ന്. ഏത്തപ്പഴവും കഴിക്കാം, 1 എണ്ണമൊക്കെ കഴിക്കാം. ഓറഞ്ച് കഴിക്കാം 1 എണ്ണം. അതുപോലെ ഇപ്പം മുന്തിരിയൊക്കെ നമുക്ക് 5-10 എണ്ണമൊക്കെ കഴിക്കാം. അതിനൊന്നും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഫ്രൂട്ട്സ് കഴിക്കണോണ്ടും നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. പിന്നെ എടുത്തു പറയാനുള്ളത് എന്താണെന്നോ, വെള്ളം കുടിക്കണത്. എപ്പോഴും ഉലുവയിട്ട് വെള്ളം കുടിക്കണം. ഉലുവ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ബ്ലഡ് ഷുഗറിനെ ഫൈബറൊക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോൾ ബ്ലഡ് ഷുഗറിനെ റെഗുലേറ്റ് ചെയ്യാൻ ഏറ്റവും നല്ലതാണ് ഉലുവ വെള്ളം എന്ന് പറയുന്നത്. അപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴും ഇടനേരവും ഒക്കെ നമുക്ക് ഉലുവ വെള്ളം ഒരു ശീലാക്കാം. ഓക്കെ, അതുപോലെ തന്നെ നെല്ലിക്ക നമുക്ക് ജ്യൂസായിട്ട് കുടിക്കാം. ഇനിയിപ്പോൾ ജ്യൂസ് ഉണ്ടാക്കാനൊക്കെ മടിയുള്ളവർക്ക് രാവിലെ എപ്പോഴാണ് നിങ്ങൾക്കെങ്കിൽ 2 നെല്ലിക്കയൊക്കെ അങ്ങോട്ട് ചവച്ചരച്ച് കഴിക്കാം. അതിൻ്റെ ജ്യൂസ് നമുക്ക് അങ്ങനെ കഴിക്കാം. അപ്പം നെല്ലിക്കയും ബെസ്റ്റാണ് കേട്ടോ. ഇതും നമ്മുടെ വൈറ്റമിൻ സി ധാരാളം ഉണ്ടല്ലോ. അപ്പോൾ ഇൻസുലിനൊക്കെ റെസിസ്റ്റ് ചെയ്യാനൊക്കെ നെല്ലിക്ക നല്ലതാണെന്നാണ് പറയുന്നത്. പിന്നെ മഞ്ഞൾ വെള്ളം നമ്മൾ കുടിക്കുന്ന 1 ഗ്ലാസ് വെള്ളത്തിൽ 1 നുള്ളു മഞ്ഞളിട്ട് കുടിക്കുന്നതും ബ്ലഡ് ഷുഗറിനെ റെഗുലേറ്റ് ചെയ്യാൻ നല്ലതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കാനുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഡയറ്റിൽ പിന്നെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് ഈ ഷുഗർ എന്നുള്ളൊരു പ്രശ്നം മാറിക്കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നിങ്ങളോട് പറയാൻ പറഞ്ഞ എൻ്റെ ഫ്രണ്ട് മറിയത്തിന് താങ്ക്സ് ഉണ്ട്. എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സിനും അതുപോലെ ഷുഗർ ഉള്ളവർക്കൊക്കെ എൻ്റെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ എന്നെ വായിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. ഓക്കെ എന്നാൽ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.